ജ്ഞാനസ്നാനവേളയിൽ പുരോഹിതൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച കുഞ്ഞിനെ നോക്കി പറയുന്നൊരു വാക്കുണ്ട്. നീ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. നീ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മുദ്രണം ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. യു ആർ സീൽഡ്. നിനക്കിനി വേറെ മാറ്റമൊന്നുമില്ല. നീ ഇനി അയാളുടെ സ്വന്തമാണ്, അയാളുടെ മാത്രമാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് ചിന്തിക്കാൻ അവകാശമില്ല, അല്ലെങ്കിൽ ഈ ലോകത്തിന് പോലും ചിന്തിക്കാൻ അവകാശമില്ല. ഇതാണ് ജ്ഞാനസ്നാന വേളയിലെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളൊക്കെ സീൽ ചെയ്യപ്പെടും ഒരാളുടെ നാമത്തിൽ. ആരുടെ നാമത്തിൽ? ദൈവത്തിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ പുത്രനെന്നും പുത്രിയെന്നും വിളിക്കപ്പെടും. ഇങ്ങനെ സീൽ ചെയ്യപ്പെടുന്ന ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് ക്രിസ്തു പറയുന്നത്. യേശു പറയും, എൻ്റെ നാമത്തിൽ നിങ്ങളെ മനുഷ്യർ വെറുക്കും, ദ്വേഷിക്കും. അങ്ങനെ നിങ്ങളെ ദ്വേഷിക്കുമ്പോൾ, വെറുക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. കാരണം നിങ്ങൾ ദ്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ലോകത്തിൻ്റെതല്ല, നിങ്ങളുടെ എൻ്റേതാണ്. ഈ ലോകത്തിൽ നിങ്ങളെ തിരഞ്ഞെടുത്തത് ഞാനാണ്. എൻ്റെ നാമത്തിൽ അവർ നിങ്ങളെ ദ്വേഷിക്കും. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടരുത്. എന്ത് വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ യേശു അവതരിപ്പിക്കുന്നത്. യു ആർ സീൽഡ്. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. അതിൻ്റെ പേരിൽ നിങ്ങൾ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും, വേദന അനുഭവിക്കേണ്ടി വരും. ഈ വേദനകളും കഷ്ടങ്ങൾക്കിടയിൽ നിങ്ങൾ എപ്പോഴും ഓർക്കണം, യു ആർ സീൽഡ് ബൈ ജീസസ്. പ്രിയമുള്ളവരെയും, നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്, ഈ മുദ്രണം ചെയ്യപ്പെട്ട മനുഷ്യരൊക്കെ എപ്പോഴും ഓർത്തിരിക്കണം, അവരനുഭവിക്കാൻ പോകുന്ന ചില വേദനകളും സഹനങ്ങളൊക്കെ ഉണ്ട്. അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിന് കാരണം അവർ ആരാൽ മുദ്രണം ചെയ്യപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ലോകത്തിൽ നിന്നാണ് ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെ അതല്ലാതായിത്തീരുന്ന ഓരോ മനുഷ്യരുമാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച മനുഷ്യരെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ ഒരു വിശ്വാസ ജീവിതം ജീവിക്കുന്നതുകൊണ്ട് തന്നെ ചില പ്രതിജ്ഞകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. നീ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ, അവൻ്റെ സകല ആർഭാടങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് അതേയെന്നും അല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ മനുഷ്യർക്ക് അവസാനം മുദ്രണം ചെയ്യപ്പെടുന്നതാണ് ജ്ഞാനസ്നാനം. അങ്ങനെ ചില കാര്യങ്ങൾ ഇല്ല എന്നും ചില കാര്യങ്ങൾ ഉണ്ട് എന്നും ഉറപ്പ് പറഞ്ഞതിൻ്റെ ബലത്തിലാണ് നമ്മളൊക്കെ ക്രിസ്തുവിനാൽ ഒന്നാക്കപ്പെടുന്നത്, തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന കാരണം കൊണ്ട് തന്നെ നമുക്കൊക്കെ ജീവിതത്തിൽ ചില വേദനകളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം ഓർത്തിരിക്കണം, എല്ലാ സങ്കടങ്ങൾക്കും അപ്പുറം ആരാണോ നമ്മളെ വിളിച്ചത് അവൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇങ്ങനെ കൈവെള്ളയിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നമ്മൾ ഒന്നിനും പേടിക്കരുത്. കാരണം മനുഷ്യർക്ക് നമ്മളെക്കുറിച്ച് 100 കാര്യങ്ങൾ പറയാനുണ്ടാകും. പക്ഷേ നമ്മെ വിളിച്ചവന് പറയാനുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആ ഒറ്റ കാരണത്തിൻ്റെ പേരാണ് നീ എൻ്റെ പുത്രനാണ്, പുത്രിയാണ് എന്ന വാക്ക്. അതിനപ്പുറത്തേക്ക് ഈ ഭൂമിയിൽ നമുക്ക് എന്ത് സൗഭാഗ്യം വേണം? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.